സ്നേഹമുള്ളവരെ, വളരെ സന്തോഷത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും ദൈവനാമത്തിൽ സമാധാനവും സന്തോഷവും ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളുടെ ജീവിത പാതകളിൽ എന്നും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വചനം നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ ഞാൻ നിൽക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ യേശു ശക്തമായി പഠിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. 8-ാമത്തെ അധ്യായം 12 മുതൽ വചനങ്ങൾ. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ക്രിസ്തുവിനെ എല്ലാ സ്ഥലത്തും അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രകാശത്തിൻ്റെ അവതാരമായിട്ടാണ് അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെയായിരിക്കാം നമ്മുടെ പള്ളികളിലൊക്കെ എല്ലാ ചടങ്ങുകൾക്കും ധാരാളം പ്രകാശം ഉണ്ടാക്കാറുണ്ട്. തിരികൾ കത്തിച്ച് വെച്ചാണ് കുർബാന അർപ്പിക്കുക. എല്ലാ ചടങ്ങിനും തിരികൾ കത്തിച്ച് വെക്കും. ഒരു കുഞ്ഞിൻ്റെ മാമോദിസയ്ക്ക് ലോകത്തിൻ്റെ പ്രകാശമായ യേശു എന്ന് പറഞ്ഞ് തിരി കത്തിച്ചു കൊടുക്കും. ഒരു വിവാഹത്തിന് ചടങ്ങിലും പ്രകാശമായ യേശു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നിലവിളക്ക് തെളിക്കും. നമ്മുടെ വീടുകളിലൊക്കെ ഏത് ചടങ്ങിനും നമ്മൾ ദീപങ്ങൾ കത്തിച്ച് വയ്ക്കാറുണ്ട്. അതായത് പ്രകാശവും യേശുവുമായി ഒരു അഭേദ്യമായ സാദൃശ്യവും ഒരു പങ്കാളിത്തമുണ്ട്. യേശു പിറന്നപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വലിയ നക്ഷത്രം ഉദിച്ചു എന്നൊരു ചിന്ത വിശുദ്ധ ഗ്രന്ഥം കുറിച്ച് വെക്കുന്നുണ്ട്. അതുമാത്രമല്ല, യേശു മരിച്ചപ്പോഴോ പ്രകാശങ്ങൾ കെട്ടുപോയതുപോലെ സൂര്യൻ വരെ ഇരുണ്ടുപോയി എന്ന് പറഞ്ഞാണ് തിരുവചനം അത് സാക്ഷ്യപ്പെടുന്നത്. അതായത് യേശു ഒരു പ്രകാശമാണ്. യേശു പ്രകാശമാകുന്നത് എങ്ങനെയാണ്? അന്ധകാരത്തെയൊക്കെ നീക്കുന്നത് കൊണ്ടാണ്. ചുറ്റുമുള്ളവരുടെ എല്ലാ അന്ധകാരവും യേശു നീക്കുന്നു. ജനം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പരസ്യ ജീവിതത്തിൻ്റെ 3 വർഷക്കാലങ്ങളിൽ യേശുവിനെ കണ്ടവർക്കും കേട്ടവർക്കൊക്കെ യേശു പറഞ്ഞ് ഈ വചനം മനസ്സിലായി, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. എന്താണ് അന്ധകാരം? ചിലക്ക് രോഗമായിരുന്നു അന്ധകാരം, ചിലക്ക് പാപമായിരുന്നു അന്ധകാരം, ചിലക്ക് പൈശാചി പീഡയായിരുന്നു അന്ധകാരം. ഈ അന്ധകാരം അവിടുന്ന് പോയി. യേശു വന്നു കഴിഞ്ഞപ്പോൾ അന്ധകാരങ്ങളൊക്കെ പോയി. ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ഇരുട്ടായി കടന്നു വരുന്ന ദുരന്തങ്ങൾ, ദുഃഖങ്ങൾ, തകർച്ചകൾ ഇതെല്ലാം മാറ്റിക്കളയുന്നു യേശു. പാപിനിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആളുകളൊക്കെ അവളെ കുറ്റപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന അപമാനത്തിൻ്റെ അന്ധകാരമാണ് നീക്കിക്കളഞ്ഞത് യേശു. സക്കേവസിനെ സംബന്ധിച്ചിടത്തോളം അവനെ എല്ലാവരും അവഗണിക്കുന്ന, പൊക്കം കുറഞ്ഞു പോയതിൻ്റെ പേരിലും സമൂഹത്തിൽ മോശമായി വർത്തിച്ചതിൻ്റെ പേരിലും അവനെ കുറ്റപ്പെടുത്തുന്ന ആ അവസ്ഥ നീക്കിക്കളയാനാണ് യേശു അവൻ്റെ വീട്ടിലേക്ക് വന്നത്. തിരികൾ കത്തിച്ചല്ല, യേശു തന്നെയാണ് അവൻ്റെ വീട്ടിൽ തിരിയായി കത്തിയത്. യേശു ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് പോവുമല്ലേ അത്. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ യേശു തന്നെ അവനൊരു ദീപമായി മാറി. ജായിറൂസിൻ്റെ മകളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ സൗഖ്യത്തിൻ്റെ ഒരു പ്രകാശമായി യേശു മാറുക. യേശുവോടെ തിരി കത്തിച്ചുകൊണ്ട് പോയില്ല, യേശു തന്നെയാണ് പ്രകാശം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ഈ ലോകത്ത് യേശു പ്രകാശമാണെങ്കിലും നമ്മൾ ഓരോരുത്തരുമാണ് ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ പ്രകാശമായി മാറേണ്ടത്. ഇന്നും ചുറ്റിലും അന്ധകാരമുണ്ട്. ഓരോരോ വ്യക്തികൾ ഏതെല്ലാം അന്ധകാരങ്ങളിലൂടെ കടന്നു പോകുന്നത്. അവൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളുമായി എത്രയോ അന്ധകാരങ്ങളാണുള്ളത്. ഈ അന്ധകാരങ്ങളുടെ മുമ്പിൽ ഞാൻ അവന് തിരി കത്തിച്ചു കൊടുക്കുകയല്ല, ഞാൻ തന്നെയാണ് അവൻ തിരിയായി മാറുന്നത്. ഞാൻ തന്നെയാണ് അവൻ്റെ ജീവിതത്തിലെ പ്രകാശം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചുറ്റിലും അന്ധകാരമുണ്ട്. ചിലരുടെ ജീവിതങ്ങളിലൊക്കെ എത്രയോ നിരാശയാണ്. പ്രത്യേകിച്ച് എത്രയോ നിരാശപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ട്. പലപ്പോഴുമൊക്കെ പരീക്ഷകൾ തോറ്റവർ, പ്രേമത്തിൽ പരാജയപ്പെട്ടു പോയവർ, ജോലി കിട്ടാത്തവർ, കടബാധകളിൽപ്പെട്ടവർ, ഇങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങൾ ഓരോരുത്തരും ഒരു പ്രകാശമായി മാറണം
ഇതാണ് എനിക്ക് നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള ചിന്ത. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിനൊക്കെ നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കിയിടുന്നു, വീടുകളിൽ നക്ഷത്രങ്ങൾ തൂക്കിയിടുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസം ഒരു തിരി കത്തിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വെക്കും, നിങ്ങൾ തന്നെയാണ് നക്ഷത്രം, നിങ്ങൾ തന്നെയാണ് ദീപം. ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് പ്രകാശം കൊടുക്കുവാനുള്ള ഒരു ദൗത്യം എല്ലാ ക്രൈസ്തവ മകനും മകളുമുണ്ട്. അത് വലിയ ആർഭാടങ്ങളൊന്നും ആയിരിക്കില്ലായിരിക്കാം, കൊച്ചു കാര്യങ്ങളിലൂടെ ആയിരിക്കാം. ഞാൻ ഓർക്കും, കുറച്ച് ആളുകൾക്ക് മുമ്പ് ഞാൻ പോണ്ടിച്ചേരിയിൽ ഒരു കോളേജിൽ ധ്യാനം കൊടുക്കാൻ വേണ്ടി പോയി. ധ്യാനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനവിടെ ചെന്നു വന്നറിഞ്ഞ് ആ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ അച്ഛനെ ഓർക്കുന്നുണ്ടോ അച്ഛാ? വളരെ ഉയർന്ന നിലവാരത്തിൽ വരുന്ന ഒരു കോളേജിലെ പ്രൊഫസറാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടതുപോലെ കാണുമായിരിക്കും, കാരണം 10-20 വർഷമായി ധ്യാന ഫീൽഡിൽ സുവിശേഷ വേല ചെയ്യുന്ന ഞാൻ പല സ്ഥലത്തും ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. അയാൾ പറഞ്ഞു, അച്ഛാ ഒരു 10 വർഷം മുമ്പ് ഞാൻ അച്ഛൻ്റെ അടുത്ത് ധ്യാനിക്കാൻ വന്നിട്ടുണ്ട് അച്ഛാ. അന്ന് ഞാൻ ആകെ തകർന്ന അച്ഛാ വന്നത്, ഒരു പ്രേമക്കേസിൽ തകർന്നാണ് വന്നത്. ഒരു പെൺകുട്ടിയായിട്ട് പ്രേമത്തിൽ ഡിഗ്രി പഠിക്കുന്ന കാലം, അവിടെ ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു, ഇങ്ങനെ കൊണ്ടുനടന്നു, കൂട്ടുകൂടി കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു, ഒത്തിരി പ്രിയപ്പെട്ടായി, രണ്ടുപേരും വാക്ക് കൊടുത്ത് മോതിരം മാറി. ഇങ്ങനെ 3 വർഷത്തോളം ഡിഗ്രി കാലത്ത് നീണ്ട വലിയൊരു പ്രണയം. പക്ഷേ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ആ പ്രണയം അങ്ങ് പൊളിഞ്ഞു. അവൾ വാക്ക് മാറി. വീട്ടുകാർ നിർബന്ധിച്ചിട്ടാകാം, അല്ലെങ്കിൽ അവളുടെ സ്വന്തം ഇഷ്ടത്തിലായിരിക്കാം, എങ്ങനെയോ ഇവനെ വേണ്ടെന്ന് വെച്ചു. ഇവനെ വിളിക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, ആകെ പ്രയാസമായി, ആകെ വിഷമമായി. ഇവൻ ജീവിതത്തിലെല്ലാം തകർന്നതുപോലെ. ആ ദിവസങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോഴാണ് അവനൊരു ദിവസം കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് വന്നത്. കൗൺസിലിംഗ് വരുമ്പോൾ അവൻ്റെ മനസ്സിൽ 3 വികാരങ്ങൾ. ഒന്ന് നിരാശ, എല്ലാം തീർന്നു പോയച്ച, എല്ലാം നശിച്ചച്ച. രണ്ടാമത് ജീവിതത്തിൽ ഒന്നും ചെയ്യാനോട് ഉണർവില്ലാത്ത അവസ്ഥ, പഠിക്കാനും തോന്നുന്നില്ല, ഒന്നും ചെയ്യാനുള്ള അവസ്ഥ. മൂന്നാമത്തത് ഈ പെണ്ണോട് വാശി, ഞാൻ തകർക്ക് വച്ച അവളുടെ ജീവിതം, അവളുടെ ഓരോ ഫോട്ടോസൊക്കെ എൻ്റെ മൊബൈലിലുണ്ട് വച്ച, ഞാൻ അവളുടെ ഫേസ്ബുക്കിൽ അവളെക്കുറിച്ച് മോശം വച്ചാൽ അത് ചോദിച്ചു ഇത് ചോദിച്ചാൽ. ഞാൻ അവനെ സ്നേഹപൂർവ്വം അടുത്തിരുത്തി പറഞ്ഞു, ചെറുപ്പക്കാരനെ അടുത്തിരുത്തി വർത്തമാനം പറഞ്ഞ് നടന്നും കെട്ടിപ്പിടിച്ചൊക്കെ പറയടാ, ഒരു കാര്യം ചെയ്യടാ, എടാ ആ പെണ്ണ് പോയി, നമുക്ക് സ്നേഹം പിടിച്ചു പഠിക്കാൻ പറ്റുന്നതാണ്, നീ വിടടാ. ഞാൻ അവനെ സ്നേഹത്തോണ്ട് അങ്ങ് പൊതിയായിരുന്നു. ഞാൻ പറഞ്ഞു, അതങ്ങ് വിട്ടു പോട്ടെ, നീ ഉപേക്ഷിക്കുക, അവൾ ഉപദ്രവിക്കാനൊന്നും പോകണ്ട, അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട. മാത്രമല്ല ഞാൻ പറഞ്ഞു വെച്ചു, എടാ നീ ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് നീ ഇനി PG പഠിക്കുക, നീ മുന്നോട്ട് പഠിച്ചു പോകും. ഇങ്ങനെ അവന് ഞാൻ പ്രോത്സാഹിപ്പിച്ചു, നീ ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു, നീ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് ഒരു ധ്യാനത്തിൽ വാ. ആ ധ്യാനം കൂടിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, നീ 2 ആഴ്ച എൻ്റെ കൂടെ നിന്നു, ധ്യാന സെൻറ്ററിൽ നിന്നു. അവനവിടെ നിന്നു, അവനെ ശുശ്രൂഷയ്ക്ക് നിർത്തി, എല്ലാ ജോലികളിലൊക്കെ നടത്തി. ഇങ്ങനെ അവനെ എൻ്റെ വണ്ടിയെ കൊണ്ടുവന്നു, ഒരു സ്നേഹിച്ചു, കൂട്ടുകൂടി. പതുക്കെ അവൻ്റെ മനസ്സിൽ നിന്ന് ആ പ്രേമത്തിൻ്റെ പരാജയവും ദുഃഖങ്ങളൊക്കെ മാറി. അവൻ സന്തോഷത്തോടെ ധ്യാനം കൂടി പോയി. ഇടക്കാലം കൊണ്ട് അവൻ വിളിക്കുമായിരുന്നു, അച്ഛാ ഞാൻ PG പഠിക്കുക അച്ഛാ. കഴിഞ്ഞ അവൻ പറഞ്ഞ് MPhil പഠിക്കുക അച്ഛാ. പിന്നെ അവൻ എന്നോ പറഞ്ഞ് PhD ചെയ്യുക അച്ഛാ. എനിക്ക് സന്തോഷം തോന്നി. ഇപ്പോഴവൻ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ, അച്ഛാ എൻ്റെ PhD കഴിഞ്ഞ് നെറ്റൊക്കെ പാസ്സായി അച്ഛാ, ഞാൻ ഈ കോളേജിൽ ജോലി ചെയ്യുക അച്ഛാ. ഈ കോളേജിൽ അധ്യാപന ജോലിക്കാണ്. 10 വർഷം കഴിഞ്ഞ് ഞാൻ അവനെ കാണുമ്പോൾ, അന്ന് അവൻ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്, അച്ഛാ അന്ന് അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ എന്നെ അങ്ങനെ സ്നേഹിച്ച് എൻ്റെ ജീവിതത്തിലേക്കൊരു പ്രകാശം കത്തിച്ചു വെച്ചാ. ഞാൻ ആ ഇരുട്ടിലായിരുന്നു, എനിക്ക് നിരാശ, പഠിക്കണ്ടെന്ന് ചിന്ത, ഭാവി തകർന്നു പോയെന്ന് വിഷം, അവളെ പോയി കൊല്ലണമെന്ന് നശിപ്പിക്കണമെന്ന്. ആ ഇരുട്ടൊക്കെ മാറ്റിയിട്ട് അച്ഛൻ എന്നോട് നീ മുന്നോട്ട് പോടാ എന്ന് പറഞ്ഞാൽ നിനക്ക് ധൈര്യമാകി തന്ന ആ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മുന്നോട്ട് പോയി ഇന്ന് നല്ല നിലയെത്തിയച്ചാണ്. ഞാൻ പ്രിയപ്പെട്ടത് ഓർത്ത് വെക്കും, നമ്മുടെ കൂട്ടത്തിലൊക്കെ കടന്നു വരുന്ന എത്രയോ പേരുണ്ട്. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിപ്പെട്ട ആളുകൾ, വിഷമത്തിൽപ്പെട്ട ആളുകൾ, അവർക്ക് നമ്മൾ തെളിച്ചു കൊടുക്കേണ്ടത് പ്രകാശങ്ങളാണ്. ചിലരുടെയൊക്കെ ജീവിതങ്ങളിൽ ചുറ്റുവട്ടങ്ങളിൽ വെച്ച് ഏതെങ്കിലും ആപത്തങ്ങളിൽ പെട്ടുപോയി കാണും, ചില ദുരന്തങ്ങളിൽ പെട്ടുപോയി കാണും. അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് പ്രകാശത്തിൻ്റെ ശോഭയെക്കുറിച്ച് പറഞ്ഞു വെക്കണം. അല്ല നിരാശപ്പെടുന്നല്ല. ഒരു മാരക രോഗവുമായി ആശുപത്രി ആയിരിക്കണം, ക്യാൻസർ ആകാം, എന്ത് രോഗമായിക്കോട്ടെ. പ്രിയപ്പെട്ടെ, നമ്മൾ അവിടെ അടുത്ത് ചെന്ന്
അവർക്ക് കൊടുക്കേണ്ട പ്രതീക്ഷ എന്താ? ശരിയാകും, സുഖപ്പെടും, മുന്നോട്ട് പോകും. വെളിച്ചങ്ങളെ കത്തിച്ചു കൊടുക്കേണ്ടത്. ചില ആളുകൾ അവിടെ നിന്ന് കരഞ്ഞും മോങ്ങിയും വിഷമിച്ചു, ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഇരുട്ട് കൂടുകയല്ലേ ചെയ്യുന്നത്. മറിച്ച് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഈ അസുഖം ഭേദമാകും, നീ ജോലിയിലേക്ക് തിരിച്ചു വരും, നീ മുന്നോട്ട് പോകും, വലിയ കാര്യങ്ങൾ ചെയ്യാനാവും. അതായത് മങ്ങി കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനലുകളെ ഊതി കത്തിക്കാൻ നമുക്ക് സാധിക്കണം. പ്രകാശമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓരോ ജീവിതങ്ങളിലും പ്രകാശം കത്തിക്കേണ്ട ഒരു ദൗത്യമാണ് നമുക്കുള്ളത്. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തി ഒരു വലിയ പാപത്തിൽപ്പെട്ടു, ഒരു തിന്മയിൽപ്പെട്ടു, അവൻ്റെ തെറ്റ് തന്നെയാണ് എന്ന് വെച്ച് അവനെ തള്ളിക്കളയാവോ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവൻ്റെ അടുത്ത് എന്ന് പറയണം, തെറ്റ് പറ്റിപ്പോയി, അത് ദൈവത്തിൻ്റെ കരുണയ്ക്കായി വിട്ടേക്കുക. നീ തെറ്റ് പറ്റി എന്നതുകൊണ്ട് എല്ലാ കാലത്തും നീ തെറ്റുകാരനൊന്നുമല്ല. നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്നെ ഇഷ്ടമാണ്, നിന്നെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് അവൻ്റെ ഉള്ളിൽ പ്രകാശത്തിൻ്റെയും പ്രതീക്ഷയുടെയും നാളങ്ങളല്ലേ നമ്മൾ കത്തിച്ചു കൊടുക്കേണ്ടത്. എല്ലാവരും കുറ്റപ്പെടുത്തിയാൽ, എല്ലാവരും അധിക്ഷേപിച്ചാൽ അവൻ തകർന്നു പോയില്ലേ? യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ തിബേരിയസ് കടൽ തീരത്ത് യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയ രംഗമുണ്ട്. ആ രാത്രി അവർക്കൊന്നും കിട്ടിയില്ല എന്നാണ് സുവിശേഷം കുറിച്ച് വച്ചേക്കുന്നത്. 40-40 വർഷം വല വീശിയ കടലിൽ ഒരു രാത്രി മുഴുവൻ വീശിയിട്ട് ഒരു നെറ്റിയെപ്പൊട്ടനെ പോലും കിട്ടാത്ത രാത്രി, ഒരു മീൻ പോലും വലയിൽ കൊടുങ്ങാതെ നിരാശപ്പെട്ട് നിൽക്കുന്നു. ശിഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ്, പോരണ്ടാഞ്ഞു, മീൻ പിടിക്കാൻ പോരണ്ടാഞ്ഞു. അപ്പം മറ്റവൻ പറഞ്ഞാണ്, പണ്ട് യേശു പറഞ്ഞതാ മീൻ പിടിക്കണ്ട, മനുഷ്യരെ പിടിച്ചാൽ മതി എന്ന്. അത് മറന്നു പോകുന്നതിൻ്റെ ശിക്ഷയാണ്. അല്ലെങ്കിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, യേശുവോട് ചോദിക്കാണ്ട് വന്നതാണ്. അങ്ങനെ ആകെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുമ്പോഴും ഈ പത്രോസ് തോന്നിക്കാണും, മണ്ടത്ര കാണിച്ചത്, മീനൊട്ടും കിട്ടിയില്ല. അപ്പോഴാണ് തീരത്ത് വന്ന് ഒരു നിൽക്കുന്നത്. അരണ്ട വെളിച്ചത്തിൽ അത് യേശുവാണെന്ന് ശിമയോന് മനസ്സിലായി. അത് യേശുവാണല്ലോ എന്ന് ഓർക്കുമ്പം ശിമയോൻ്റെ ചങ്ക് പടച്ചു. അവനോട് എന്നാ മറുപടി പറയും? അവൻ ചോദിക്കില്ലേ, നീ എവിടെ പോയതാ ശിമയോനെ? നീ എന്തിനാടാ മീൻ പിടിക്കാൻ പോയത്? നിന്നോട് മീൻ പിടിക്കേണ്ടത് ഞാൻ പറഞ്ഞതല്ലേ? നീ മനുഷ്യരെ പിടിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇതൊക്കെ ധിക്കരിച്ചു പോയില്ലേ? എന്നിട്ട് നിനക്ക് എന്നതാടാ കിട്ടിയത്? നിനക്ക് മീൻ കൊല്ലം കിട്ടിയടാ? ഒന്നും കിട്ടിയില്ലടാ. ഇങ്ങനെ വഴക്ക് പറയും, കുറ്റപ്പെടുത്തും, നാണക്കെടുത്തും, അപസേവിക്കും, എന്തെല്ലാം വികാരങ്ങളിൽ നിന്ന് അസ്വസ്ഥപ്പെടുന്ന ശിമയോനെ നോക്കി യേശു എന്താ വിളിച്ചു ചോദിച്ചത്? കുഞ്ഞുങ്ങളെ മീൻ വല്ലതും കിട്ടിയോന്ന്? കുഞ്ഞുങ്ങളെ എന്നാ വിളിച്ചത്. തന്നേക്കാൾ 20 വയസ്സെങ്കിലും മൂത്ത ശിമയോനെ കയറി യേശു കുഞ്ഞുങ്ങളെ എന്നാ വിളിച്ചത്. അതായത് തോറ്റവന്, പരാജയപ്പെട്ടവന്, പരീക്ഷയിൽ പുറകോട്ട് പോയവനും അവനെ വിളിക്കുന്ന വാക്ക് കുഞ്ഞുങ്ങളെ എന്ന. അവൻ്റെ ഉള്ളിൽ കുറേ കൂടെ തീക്കനൽ കോരിയിട്ട് കുറ്റപ്പെടുത്തലിൻ്റെയും അതിശയത്തിൻ്റെയും വഴക്കിൻ്റെ തീക്കനൽ കോരിയിട്ട് അവനെ നശിപ്പിക്കല. മറിച്ച് കുഞ്ഞുങ്ങളെ എന്നുള്ള ആ മൃദു സ്വരത്തിൽ ആ ശിമയോൻ്റെ മനസ്സിൻ്റെ മുഴുവൻ അന്ധകാരം മാറിയില്ലേ? പ്രിയപ്പെട്ടവരെ, ചിലരുടെയൊക്കെ ജീവിതങ്ങളെ നോക്കി നമ്മളും വിളിക്കണം കുഞ്ഞുങ്ങളെ എന്ന്. അതായത് നീ വിഷമിക്കേണ്ട, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, ആരും ഇല്ലെങ്കിൽ നിന്നെ എനിക്കിഷ്ടമാണ്. അതായത് മനസ്സിൽ ദീപങ്ങൾ കത്തിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ലോകത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നും, ഇങ്ങനെ ദീപങ്ങൾ കത്തിക്കുന്ന ആളുകൾ കുറഞ്ഞു തുടങ്ങി. എല്ലാവരും വഴക്കിൻ്റെ രൂപങ്ങളാണ്, എല്ലാവരും കുറ്റപ്പെടുത്തൽ രൂപങ്ങളാണ്, എല്ലാവരും വിമർശനത്തിന് ആളുകളാണ്. സ്നേഹത്തിൻ്റെ ദീപങ്ങൾ കത്തിക്കാൻ ആരുമില്ല. ഉള്ള വിളക്കം കൂടെ ഊതിക്കെടുത്താണ് എല്ലാവരും നോക്കുന്നത്. നീ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ? നിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും നിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയോടും നീ ഒരു കുഞ്ഞ് ദീപം അവൻ്റെ മുള്ളിൽ കത്തിച്ചു കൊടുക്കണ്ടേ? ചിലപ്പോൾ കടബാധകളിൽപ്പെട്ട ആളുകളായിരിക്കാം, ആത്മഹത്യ ചിന്തിക്കുന്ന ആളുകളായിരിക്കാം. പ്രിയപ്പെട്ട മകനെയും മകളെയും നിനക്ക് പൈസയൊന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും നിനക്ക് അവൻ്റെ വിഷമങ്ങളിലൊക്കെ പങ്കുചേർന്ന് സാരമില്ല, ശരിയാകുമെന്ന് ഒരു പ്രതീക്ഷയുടെ വിളക്കവനുള്ളിൽ കത്തിച്ച് വെക്കത്തില്ലേ? ഞാനും കൂടെ കൂടാവുന്നേ, ഞാനും കൂടെ ചിന്തിക്കാം. എന്തൊക്കെ ഒരു ജോലിക്ക് വേണ്ടി അനേക നാളുകളൊക്കെ നടന്ന് ജോലി കിട്ടാതെ വിഷമിച്ച് വീട്ടിലും വഴക്ക്, സകലരും കുറ്റപ്പെടുത്തൽ, ബിടെക് കഴിഞ്ഞതാ അല്ലെങ്കിൽ MBA കഴിഞ്ഞതാ, തെക്ക് വടക്ക് നടക്കാം, ഇങ്ങനെയൊക്കെ വഴക്ക് വെക്കുന്ന എത്രയോ യുവജനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്.
5-6 ലക്ഷം ലോണൊക്കെ എടുത്ത് പഠിപ്പിച്ചതാ. 10 വയസ്സില്ല. ഇവനെ പഠിപ്പിച്ച നേരത്ത് 10 വാഴ വെച്ചായിരുന്നെങ്കിൽ മെച്ചമായിരുന്നു പറയുന്ന അപ്പൻ. ഇവനെ ഓർത്ത് എന്നും കരയുന്ന വീട്ടുകാർ. ജോലി കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്ന എല്ലാ ആൾക്കാർ. ഇവരുടെയൊക്കെ മുമ്പിൽ മരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല കൂട്ടുകാരനായും ഒരു നല്ല കൂട്ടുകാരിയായി നീ നിന്ന് പറയണ്ടേ, സാരമില്ലടാ, ജോലി കിട്ടും, ഇന്നല്ലേ കിട്ടും, എവിടെയെങ്കിലും കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലൊരു ദീപം അവന് കത്തിച്ചു കൊടുക്കണം. നീ അവൻ്റെ ഉള്ളിൽ നക്ഷത്രമായി മാറണം, ഒരു ദീപമായി മാറണം. ഇന്നൊക്കെ എത്രയോ യുവജനങ്ങളെ പലപ്പോഴും വിവാഹമൊക്കെ നടക്കാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. 30 വയസ്സും 35 വയസ്സുമായിട്ടും അനുയോജ്യരായ പെൺകുട്ടിയെ കിട്ടാതെ വിവാഹം നടക്കാതെ ജീവിതത്തിൽ എന്താ അർത്ഥം, എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ചിന്തിക്കുന്ന 10,000-കണക്കിന് ആൺകുട്ടികൾ കേരളത്തിലുണ്ട്. ചിലരുടെ മനസ്സൊക്കെ നിരാശ. ഈ നിരാശ മൊത്തം പോയി കുടിച്ചേക്കാമെന്നും ലഹരി വസ്തുക്കളിലേക്ക് പോയേക്കാമെന്നും വ്യതിചലിച്ച് പോയേക്കാമെന്നും അപഭ്രംശങ്ങളിൽ പെട്ടുപോയേക്കാമെന്നൊക്കെ തോന്നും. ഈ നേരത്തൊക്കെ നിൻ്റെ സ്നേഹദൂതുമായും നീ അവനെ ചേർത്ത് പിടിച്ചും പ്രാർത്ഥിച്ചും നീനൊക്കെ അവൻ്റെ കൂടെ നിൽക്കത്തില്ലേ? അവൻ്റെ ഉള്ളിലെ തണുപ്പ് മാറ്റാൻ ഒരു ചൂടായി നീ അടുത്ത് നിൽക്കണം. അവൻ്റെ ഉള്ളിലെ അന്ധകാരം മാറ്റാൻ ഒരു ദീപമായി നീ അടുത്ത് കത്തു നിൽക്കണം. ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യരോട് പോസിറ്റീവായി പെരുമാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് വരുന്ന ഞാനും ഓരോ വ്യക്തിയും മനസ്സിൽ കൊണ്ടുവരേണ്ട ചിന്ത അതാ പ്രിയപ്പെട്ടവരെ. നമ്മൾക്ക് ചുറ്റിലും കുറേ പേരുടെ ജീവിതങ്ങൾ അന്ധകാരമയമാണ്. എങ്ങനെയോ അന്ധകാരങ്ങൾ കൂടിക്കൂടി വരിക. ഈ അന്ധകാരത്തിന് മീതെ നമ്മളിങ്ങോട്ട് ഒരു അന്ധകാരത്തിൻ്റെ കരിമ്പടം പുതപ്പിക്കരുത്. മറിച്ച് നല്ല വാക്കുകൾ, നല്ല സ്നേഹ സാമീപ്യങ്ങൾ, സ്നേഹദൂതുകളുമായി നമുക്ക് അവരുടെ അടുത്ത് നിൽക്കണം. എങ്കിലൊരു കുടുംബജീവിതത്തിലൊക്കെ ചില പ്രശ്നങ്ങളോട് പെട്ടുവന്ന കുടുംബം, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, ചില പ്രതിസന്ധികൾ കടന്നു പോകുമ്പോൾ അവരടുത്ത് നിൽക്കേണ്ടത് എങ്ങനെയാണ്? ആ ഹൃദയത്തിനുള്ളിലെ ദീപത്തെ ഉജ്ജ്വലിപ്പിക്കാൻ അടുത്ത് നിൽക്കേണ്ടത്. ആ ജീവിതത്തിൽ ശക്തിപ്പെടുത്താൻ അടുത്ത് നിൽക്കേണ്ടത്. ആ ജീവിതത്തെ കത്തിക്കാൻ അടുത്ത് നിൽക്കേണ്ടത്. അല്ലാതെ കുറ്റപ്പെടുത്താനും വിഷമിപ്പിക്കാനല്ല. ഞാൻ ഈയിടെ ഒരു സ്ഥലത്തൊരു ധ്യാനത്തിന് പോയി. അവിടെ അന്ന് മതാധ്യാപകരുടെ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഞായറാഴ്ച വൈകുന്നേരം ധ്യാനം കൂടി തുടങ്ങുന്നത്. പകൽ സമയത്ത് എന്നുകൊണ്ട് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു ഹലോ എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ കണ്ടു ഒരു ഭാര്യയും ഭർത്താവും ടീച്ചേഴ്സ്, അവർക്ക് വികാരിച്ചൻ വിവാഹത്തിൻ്റെ 25-ാം വർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു. അതിനാണ് എന്നെയും കൂടെ വിളിച്ചത്. അച്ഛൻ പറഞ്ഞു വെച്ചു, 2 പേര് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന മതാധ്യാപകരാണ്, വളരെ മാതൃകാപരം പെരുമാറുന്നു, എത്ര നല്ലവരാണ് അവർ. അതുകൊണ്ടാണ് ഇന്ന് അവരുടെ ജൂബിലി ഞങ്ങൾ സ്റ്റാഫ് ആഘോഷിക്കുന്നത്. അവർക്കൊരു ആശംസ, അനുമോദനങ്ങൾ, കേക്ക്, എല്ലാം കാര്യം. എനിക്ക് സന്തോഷം തോന്നി. ഞാനും അവർക്ക് സ്നേഹപൂർവ്വം ആശംസകൾ തന്നു. സന്തോഷമായിട്ട് 25 വർഷമൊക്കെ സന്തോഷമായി ജീവിച്ചല്ലോ, നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. വളരെ പോസിറ്റീവായി ഞാനും സംസാരിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. ധ്യാനത്തിൻ്റെ ദിവസങ്ങളിലെന്നോ ആ ടീച്ചർ, ആ ഭാര്യ എന്നെ കാണാൻ വന്നു. അവളെന്നോട് പറഞ്ഞു വെച്ചു, അച്ഛൻ ഞായറാഴ്ച വന്നപ്പോൾ ഞങ്ങളുടെ ജൂബിലിക്കൊക്കെ വന്നല്ലോ, പക്ഷേ അച്ഛാ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങൾ ആകെ തകർന്നായിരുന്നു അച്ഛാ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഞങ്ങൾ അകന്നു പോയതാ, പക്ഷേ ഇന്ന് ഞങ്ങൾ സന്തോഷത്തിൽ ജീവിക്കുന്നു. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, ഇത്രമാത്രം ഹൃദ്യമായും കൂട്ടുപോലെ ജീവിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ ഇത്രമാത്രം ദുരന്തത്തിൻ്റെ കാലഘട്ടമുണ്ടോ? ആ സ്ത്രീ എന്നോട് പറഞ്ഞു വെച്ചു, അച്ഛാ കല്യാണം കഴിഞ്ഞതിൻ്റെ 10-ാം ദിവസം എനിക്കൊരു കത്ത് കിട്ടുന്നു. ഒരു സ്ത്രീ എഴുതിയേക്കാണ്, നിൻ്റെ ഭർത്താവ് ഹൈദരാബാദിൽ ജോലി, നീ ഈ നാട്ടിലൊരു പെങ്കൊച്ച്, നിന്നെ വന്ന് കല്യാണം കഴിച്ചു, പക്ഷേ നീ അറിഞ്ഞിരിക്കണം അവന് ഹൈദരാബാദ് ജോലിയുള്ള അവന് ഇവിടെ എന്നോട് കൂട്ടാണ്. വേറെ സ്ത്രീ എഴുതിയേക്കുക, ഞങ്ങളിവിടെ ഭാര്യയും ഭർത്താവ് പോലെ ജീവിക്കുന്നത്, ഞങ്ങളുടെ ഇവിടെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, നാട്ടിൽ വരുമ്പോൾ നിൻ്റെ കാര്യങ്ങൾ ഇടപെടും, ഞാൻ അങ്ങോട്ട് വരികയില്ല. അവിടെ നീ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടേക്കരുത്, നീ വഴക്ക് പറയാൻ പറയരുത്, ഒരു വിധത്തിൽ ഇവനെ അധിക്ഷേപിക്കരുത്. ഈ ബന്ധത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചാൽ തീർച്ചയായും ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഇവിടെ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് ഈ ഭാര്യ ഞെട്ടിപ്പോയി. തൻ്റെ ഭർത്താവിന് വേറൊരു സ്ത്രീ ഉണ്ട്, അത് ഭർത്താവിനോട് ചോദിച്ചു, അയാൾ സമ്മതിച്ചു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടി കല്യാണം കഴിച്ചതാണ് പോലും. ഞാൻ ചോദിച്ചു, നീ എങ്ങനെ ഈ പ്രശ്നത്തെ അതിജീവിച്ചു? അച്ഛാ ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചപ്പം അയാൾ സമ്മതിച്ചു പറയാ എനിക്ക് അവളെ വേണമെന്ന്. വഴക്കുണ്ടാക്കിയാൽ എല്ലാവരും അറിഞ്ഞാൽ, വീട്ടുകാരറിഞ്ഞാൽ എന്ത് സംഭവിക്കും? കല്യാണം കഴിച്ചിട്ട് 20-ാം ദിവസം ഞാൻ വിധവയെ പോലെ വീട്ടിൽ നിൽക്കും.
പിന്നെ കേസിന് പോകാം, ഡൈവേഴ്സിന് പോകാം, ബഹളങ്ങൾക്ക് പോകാം. പക്ഷേ നഷ്ടപ്പെട്ട ഒന്നും തിരിച്ചു കിട്ടിയല്ലോ അച്ഛാ. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അച്ഛാ. ഈ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങി. ഒരു കുറ്റവും പറഞ്ഞില്ല. ഇങ്ങനെ തെറ്റായൊരു അവസ്ഥ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടും എന്നും ഇയാൾക്ക് വേണ്ടി ഞാൻ കുർബാന പങ്കെടുത്തു. ഇയാൾ പോകുമ്പോൾ അച്ചാറും പലഹാരം ഉണ്ടാക്കിക്കൊടുത്തു. ഇയാളെ വിളിച്ച് സ്നേഹിച്ചു, കത്തെഴുതി ആശംസ നേർന്നു. ഇയാളെ സ്നേഹം കൊണ്ട് ഞാനങ്ങ് പൊതിയാൻ തുടങ്ങി. ഒരു കുറ്റവും പറഞ്ഞില്ല. ഞാൻ എന്നും പ്രാർത്ഥിക്കും ഇയാൾക്ക് എന്തെങ്കിലും മാനസാന്തരം ഉണ്ടായി വരാൻ വേണ്ടി. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ 6 മാസം കഴിയുന്നതിന് മുമ്പ് ഒരു ദിവസം അയാൾ അസ്വസ്ഥനായി തിരിച്ച് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞോടി, നമുക്കൊരു ധ്യാനത്തിന് പോകണം. കാരണം ആദ്യത്തെ പെണ്ണുമായി പിണങ്ങി, അകന്നു. ഇവിടെ വന്നു, ധ്യാനം കൂടി, പഴയ ബന്ധം ഉപേക്ഷിച്ചു, സന്തോഷമായി ജീവിക്കുന്നു. അയാൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഇവള് എന്നെ അന്ന് സ്നേഹിച്ച്, എന്നെ അംഗീകരിച്ച്, എന്നെ കുറ്റപ്പെടുത്താതെ കൂടെ നിന്നതുകൊണ്ടാണ് എനിക്ക് ആ ബന്ധം ഉപേക്ഷിക്കാൻ സാധിച്ചത്. സ്നേഹത്തിൻ്റെ ദൂതുമായും പ്രകാശമായും അടുത്ത് നിൽക്കുമ്പോൾ എല്ലാ അന്ധകാരവും മാറും. പ്രിയപ്പെട്ടവരെ, വഴക്കും ഉപദേശങ്ങളും ശിക്ഷകളുമല്ല, സ്നേഹവും പ്രാർത്ഥനയുമായ ദീപങ്ങളായി നമ്മൾ നിൽക്കണം. അന്ധകാരത്തിൽ പെട്ടുകിടക്കുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടത് സ്നേഹത്തിൻ്റെ ദൈവമായിട്ടാണ്, പ്രാർത്ഥനയുടെ ദൈവമായിട്ടാണ്, മനസ്സിലാക്കുന്ന ദൈവമായിട്ടാണ്. ആ ദീപങ്ങൾക്ക് അന്ധകാരത്തെ മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ നിങ്ങൾ പ്രകാശത്തിൻ്റെ നാളങ്ങളായി മാറട്ടെ. നക്ഷത്രം എന്ന് പറയുന്നത് നീ തന്നെയാണ്. നിൻ്റെ വീട്ടിലെ നക്ഷത്രം നീയാണ്. അന്ധകാരം നീക്കുന്ന നക്ഷത്രം നീയാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ സമൂഹത്തിൽ ജീവിക്കണം. നമ്മൾ പള്ളിയിലും പുറത്തും മുറ്റത്തും കൊടിമരത്തിലും കിട്ടുന്ന നക്ഷത്രമല്ല പ്രധാനപ്പെട്ടത്. നീ തന്നെ നിൻ്റെ വീട്ടിൽ നക്ഷത്രമായുന്ന ഒരു ക്രൈസ്തവ ആധ്യാത്മികത സ്വന്തമാക്കാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ ലോകത്ത് ചുറ്റും ഒരുപാട് അന്ധകാരങ്ങളുണ്ട്. ഒരുപാട് പേർ അന്ധകാരത്തിൽ പെട്ടിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ അവർക്ക് പ്രകാശമാകാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. മനസ്സിലും ജീവിതങ്ങളിൽ ഇരുളുള്ളവരെ കത്തിക്കുവാനും ഉജ്ജ്വലിപ്പിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എൻ്റെ സമൂഹത്തിലും എൻ്റെ വീട്ടിലും ഞാൻ തന്നെ നക്ഷത്രമായി ഉയർന്നു നിൽക്കുവാനുള്ള കൃപ കർത്താവേ നൽകണമേ. ദൈവാത്മാവിനാൽ എന്നെ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.